എത്ര ദോശ ചുട്ടടാ? കുറച്ച് വിട്ടു ചേച്ചി. ഡേയ് കളിയാക്കല്ലേ. മാറുവേ, നിനക്കൊരു ദോശയും കുറച്ച് പഞ്ചാര എടുക്കട്ടെ. പാത്രം പഞ്ചസാര എടുത്ത്. ഓ മക്കളെ, ഓംപ്ലേറ്റ് ഇടണ കിട്ടിയേ കൊള്ളാം. അയ്യോ, ഇത് ചുട്ട് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി തരാവേ. ചേച്ചി പറയാടാ. അമ്മ ചേച്ചിയാ? അമ്മ എണീറ്റിട്ടില്ല, ഉറക്കമാണ്. അമ്മ എണീക്കുമ്പോഴേ 2 ദോശ എങ്ങനെയെങ്കിലും കഴിപ്പിക്കണം. അതെന്തായാലും വേണം. ഇപ്പൊ ഇരിക്കുന്ന കോലം കണ്ടില്ലേ? ഇപ്പൊ അമ്മ എന്നെക്കാളും കഷ്ടാണല്ലോ. കേശുവേ, നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ല കേട്ടോ. അത് തന്നെ ഞാനും പറയണത്. ഞാൻ പടവലത്ത് വിളിച്ചായിരുന്നു. അമ്മൂമ്മേ? പിന്നെ അല്ലാണ്ട് വേറെ ആരും വിളിക്കാൻ? എന്നിട്ട് ഞാൻ കാര്യം പറഞ്ഞു. എന്തൊരു പറഞ്ഞെന്ന്? ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പൊ അമ്മൂമ്മ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. വയ്യെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി കിടക്കാൻ. അത് കേട്ടപ്പോ എനിക്ക് നല്ല ദേഷ്യം കയറി. അപ്പൊ ഞാനും കടക്ക് തിരിച്ചു കൊടുത്തു. അല്ല, ഞാനേ പടവലത്ത് വിളിച്ചിട്ട് അമ്മയ്ക്ക് വയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അമ്മൂമ്മ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു. ഒരാൾക്ക് വയ്യാന്ന് പറയുമ്പോഴാണ് ദേഷ്യം വെച്ചോണ്ടിരിക്കണത്. ചേച്ചി എന്നിട്ട് ചേച്ചി കാര്യം പറഞ്ഞ? ഞാൻ പറഞ്ഞു അച്ഛന്റെ കാര്യമൊക്കെ ആലോചിച്ച് അമ്മ ഭയങ്കര ടെൻഷനും പേടിയൊക്കെയാണ്. പിന്നെ പരസ്പര ബന്ധമില്ലാണ്ട് സംസാരിച്ചു തുടങ്ങി എന്നൊക്കെ ഞാൻ പറഞ്ഞു. എല്ലാരും മനസ്സിൽ മറ്റേ ദേഷ്യം വെച്ചോണ്ടിരിക്ക. അവിടെ വച്ചിരിക്കട്ടെ ചേട്ടാ. അവരൊക്കെ പഴയ ആൾക്കാരല്ലേ. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡൈജസ്റ്റ് ആവില്ല. എന്ത് ഡൈജസ്റ്റ് ആവില്ല? എന്നാലും കുറച്ച് ഓവർ തന്നെയാണ്. അവര് ഓവർ. അപ്പൊ ചേട്ടന്റെ ഭാര്യ ഓവറല്ല. പിന്നെ അല്ലാതെ ചേച്ചി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അന്ന് കയറി ഉടനെ തുടങ്ങിയില്ല. ഇപ്പോഴും ആ ചേച്ചി വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്തോ പറയൂ, അമ്മ ഇതൊക്കെ കാണിക്കുന്നത് ചേച്ചിയോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന്. എടാ അവള് വേറൊരു കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടിയാണത് കേട്ടാ. ഇവിടെ നിന്ന് നമ്മൾ അമ്മയോട് കാണിക്കുന്ന അടുപ്പ് അവൾക്ക് ഇല്ല. അത് പോകെ പോകെ യൂസ്ഡപ്പ് ആവും. അങ്ങനെയാണ് ശീലിക്കണം. പോട്ടാ എന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. നമുക്ക് അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? ഞാൻ റൂമിൽ നിന്ന് ആൾക്കാർ ഇപ്പൊ ചിന്തിച്ചുള്ളൂ. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ ഏത് ഹോസ്പിറ്റല്? നമുക്ക് വല്ല സൈക്കാട്രിസ്റ്റിനെയും കാണിക്കാം. അതല്ല ഉദ്ദേശം. ആദ്യം സൈക്കോളജിസ്റ്റിനെ കാണിച്ച് ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് ബാക്കി പരിപാടി. എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യല്ലേ. ഈ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലടി. അമ്മയ്ക്ക് ഉറക്കക്കുറവ്. ആറുവേ മിണ്ടായിരുന്നോട്ടാ. ഡൗട്ട് ചോദിച്ചാൽ ആര് പറഞ്ഞു തരൂല. അച്ഛനാണെങ്കിൽ പറഞ്ഞു തന്നെ. ഈ അച്ഛൻ കാണിക്കുന്നത് കുറച്ച് ഓവറാണ്. കുറച്ചല്ല, കുറച്ച് അധികമായിട്ട് ഓവറാ. വേറെ ആരെ പറ്റി ചിന്തിക്കണ്ട. പാറുവിനെ പറ്റി ചിന്തിക്കണ്ട, പക്ഷെ അമ്മയെ പറ്റി ചിന്തിക്കണ്ടേ? അച്ഛനെ പറ്റി ചിന്തിച്ച് അമ്മയ്ക്ക് ഇപ്പൊ ഒട്ടും വയ്യാണ്ടായത്. യേശുവേ, ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം. ഇനിയിപ്പൊ അച്ഛൻ വന്നാല് ഞാൻ വലിയ കമ്പനിക്കൊന്നും നിൽക്കൂല കേട്ടോ. എന്റെ പൊന്നു ചേച്ചി, ആദ്യം അച്ഛൻ ഒന്ന് വന്ന് കേറിക്കോട്ട്. എത്ര ദിവസം ഒന്നും ഇറങ്ങി പോയിട്ട് ആലോചിച്ചിട്ട് എത്തും പിടിക്കണ്ടല്ലോ ഇവിടെ. ഞാൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വരണ്ടായിരുന്നു. വന്നാലും ഇത്ര എല്ലാം പ്രശ്നത്തിന് കാരണം. ഞാൻ ഇങ്ങോട്ട് വരാണ്ടിരുന്നെങ്കിൽ അച്ഛനെ പോക്ക് പോവായിരുന്നാ. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനിയിപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാ. ഇല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാ കുറ്റവും നമ്മുടെ തലയ്ക്ക് വരും, അറിയാല്ലേ. അമ്മയെ അവസ്ഥയിൽ പെട്ടെന്ന് കൂടെ വരുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കൊണ്ടുപോയല്ലേ പറ്റൂ. എനിക്കാണെങ്കിൽ കുഴിപ്പളത്തും പോണായിരുന്നല്ലോ. അത് കുഴപ്പമില്ല, നീ വെക്കും. ഞാനും കേശും കൂടി കൊണ്ടുപോകാലോ. അമ്മനെ കൊണ്ടുപോ. ഞാൻ എന്തായാലും ഉറപ്പായിട്ടും കൂടെ വേണം. അമ്മയെ കൊണ്ടുപോകാനുള്ള വഴി നോക്ക്. കൊണ്ടുപോകാനുള്ള വഴി ആലോചിക്കാം. അമ്മ എണ്ണീച്ചാ? കഴിച്ചിട്ട് അമ്മ ആശുപത്രി കൊണ്ടുപോവാ. ആശുപത്രിയിലാ? ഏതാശുപത്രിയില്? അതെനിക്കറിഞ്ഞൂടാ, അവർക്കറിയാം. ആർക്കറിയാം? അമ്മ എണീറ്റാ? അവളെ അവളുടെ ഒരു കസിനെ കാണാൻ പോയിരിക്കാം. വൈകുന്നേരം വരും. ആര്? ചേച്ചി. അമ്മ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. ലച്ചു ഉണ്ടായിന് ഇവിടെ. ലച്ചു പിന്നെ എവിടെ പോവാനാണ്? കുഴപ്പത്ത് പോയില്ല. അപ്പൊ കുഴപ്പത്തൊന്നും പോയിട്ടില്ലമ്മ. ലച്ചു അമ്മ എണീറ്റാ? അമ്മ വന്ന് ഫ്രഷ് ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. പുറത്തോട്ടാ? എവിടെ? നമുക്ക് കുഴിപ്പടത്തൊക്കെ പോയിട്ട് എല്ലാരെയും കണ്ട് സംസാരിച്ചിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരാം. അമ്മ സുഷമാൻറ്റിനെ വിളിച്ചായിരുന്നോ? അവളെന്തിനാ ഞാൻ വിളിക്കണത്? ബെസ്റ്റ്. ഇപ്പൊ അങ്ങനെ ആയാ? രണ്ടുപേരും ഭയങ്കര ചങ്കായിരുന്നല്ലോ. ഇപ്പൊ അവളെന്തിനാ എന്നെ വിളിക്കണേന്ന്? ചേച്ചി ദോശ റെഡിയാണ്. അപ്പൊ ചേച്ചി ടക്കനെ വന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ട് കറി ഉണ്ടായി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുക. തട്ടിക്കൂട്ട് കറിയാ? അമ്മയ്ക്ക് നല്ല കിടുക്കൻ കറി ഉണ്ടാക്കി കൊടുക്കും. അമ്മ വെക്കുന്ന പോലത്തെ തേങ്ങാ ചമ്മന്തി. നടന്നോളല്ലേ അന്നേ? പാറുവേ,
അത് പിന്നെ നീ കൂടുതൽ സംസാരിക്കാണ്ട് പോയിരുന്ന് റെഡിയാക്ക് പോ. അല്ല തേങ്ങ ചമ്മന്തി ഉണ്ടാക്കണമെങ്കിൽ കേശു കനിയണം. എന്ത് പോയി തേങ്ങ പൊതിച്ചാടോ. അതൊക്കെ എപ്പം പൊതിച്ചെന്ന് ചോദിച്ചാ പോരെ. എനിക്കായിട്ട് ആരും ഒന്നും ഉണ്ടാക്കണ്ട ഇവിടെ. അതിന് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കണേ. അമ്മ ചെന്ന് ഫ്രഷ് ആകും വാ. അമ്മ എന്താ ആലോചിക്കണേ? അച്ഛൻ ഇനി വരൂലേ? അച്ഛൻ വരാൻ അവിടെ പോയി. അച്ഛൻ വരും. അച്ഛൻ ശരിക്കും എവിടെ പോയതാ? നിങ്ങൾ എൻ്റെ അടുത്ത് ഒന്നും പറയാത്തതാണോ? അതിലും പറ്റിയ അച്ഛനെ. നമ്മൾ അമ്മയടുത്ത് എന്ത് പറയാതിരിക്കേ? നീ ഒന്നും പറയണ്ട കേട്ടാ, നീ കള്ളനാ. നീ എൻ്റെ അടുത്ത് ഒന്നും പറയൂല. നിനക്കറിയാം അച്ഛൻ എവിടെ ഉണ്ടെന്ന്. പറയാത്തതല്ലേ നീ? എല്ലാരും എന്നെ പറ്റിക്ക. അമ്മ വാ, നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. എന്നാ നമുക്ക് പുറത്തോട്ടൊക്കെ പോകണ്ടേ? നീ ഒന്നും പറയണ്ട. ഞാൻ എന്താ ചെയ്തേ? നീ എന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയല്ലേ? എനിക്കറിയാം. അല്ല അമ്മ ആശുപത്രി കൊണ്ടുപോകണം ആര് പറഞ്ഞു? അല്ല അമ്മ ആശുപത്രിയില് പാറു പറഞ്ഞു. ആറോ അമ്മ നമുക്ക് ആശുപത്രി പോയിട്ടേ വേറെ എന്തെങ്കിലും ആശുപത്രി പോണത്. അമ്മയ്ക്ക് ഇപ്പൊ ഉറക്കം കുറവാണല്ലോ. അപ്പൊ ആ കേസ് നമുക്ക് നോക്കാം. പിന്നെ ഫുഡ് കഴിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പൊ നല്ല ടോണിക്ക് മേടിച്ചോണ്ട് വരാം. ഹെൽത്ത് നോക്കണമല്ലോ അമ്മ. അതിനിപ്പോ എന്തോ ആശുപത്രി പോകണം നല്ലതല്ലേ? എനിക്ക് എവിടെയും പോകണ്ട, പോടുന്നു. അമ്മ ഒന്ന് ജസ്റ്റ് നോക്കിട്ട് വരാം. അമ്മ ജസ്റ്റ് നോക്കിട്ട് പോവാ. അമ്മോ